ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ ഇന്ന് എവിടെയാണ് വന്നിരിക്കുന്നത്? നമ്മളിന്നിപ്പോ അട്ടപ്പാടിയിലാണ്. അട്ടപ്പാടി എന്ന് വെച്ചാല് അട്ടപ്പാടിയിൽ നിന്ന് കുറച്ച് ദൂരെ നരസിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലം. അതെ, ഒരു നട്ടപ്രാന്ത് അത് അങ്ങനെ വേണം പറയാൻ. അവളെ ഞങ്ങൾ അങ്ങനെ കൈ കയറി വന്ന് നമ്മളെ അട്ടപ്പാടി നമ്മുടെ സൈലന്റ് വാലിക്ക് പോകുന്ന വഴിക്ക് ഇവിടെ ഒരു വനശ്രീ എക്കോ ഷോപ്പ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ ഈ കുറച്ച് ഓർഗാനിക് ആയിട്ടുള്ള ഐറ്റംസ് അല്ലേ, ഈ കാട്ടുന്നവർ കൊണ്ടുവരുന്ന അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആണ്. അപ്പൊ അതിന് കൂടുതൽ കാര്യം ഇവിടെ ഷോപ്പിൽ ആളുണ്ട്. അപ്പൊ ആളെ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്തൊക്കെയാണ് ഐറ്റംസ് എന്നുള്ളത്. പക്ഷെ എന്റെ പേര് തന്നെയായിരുന്നു എന്റെ പേര് രാജൻ. രാജൻ. ഷോപ്പ് എത്രയായി ഇപ്പോ? ഷോപ്പ് തുടങ്ങിയിട്ട് 4-5 വർഷമായി. ഓക്കെ, എന്തൊക്കെ പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ ഇവിടെ? ഇതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കാട്ടുന്നെടുക്കുന്ന വിഭാഗം എന്ന് പറയുന്നത് കുന്തിരിക്കം, പിന്നെ കൊടംപുളി, തേന്, പിന്നെ ഇത് പുൽത്തൈലം, പിന്നെ ചീക്കക്ക പൗഡർ. എന്താ ചീക്കക്ക പൗഡർ, താളിപ്പൊടി എന്ന് പറയും. താളിപ്പൊടി. തേനൊക്കെ എങ്ങനെയാണ് വില വരുന്നത് ഇവിടുത്തെ? തേന് വില വരുന്നത് 1 കിലോ 1000 രൂപയാണ്. 1 കിലോ 1000 രൂപ അല്ലേ? ഒറിജിനൽ കാട്ട് തന്നെ അല്ലേ? നമ്മൾ എന്താന്ന് പറഞ്ഞാൽ അവര് കൊണ്ടുവന്നിട്ട് കുറച്ച് ഈ ചണ്ടികളും അതൊക്കെ ഉണ്ടാവും. അത് നമ്മൾ ഒന്ന് ഫിൽറ്റർ ചെയ്തെടുത്ത് ക്ലീൻ ആക്കി എടുത്തിട്ട് അങ്ങനെ നമ്മൾ നമ്മുടെ എക്കോ ഷോപ്പിൽ തന്നെയാണ് നമ്മൾ ഇതൊക്കെ എല്ലാം ചെയ്യുന്നത് അല്ലേ? അത് ശരി. അപ്പൊ തേന ഏതൊക്കെ വരുന്നുണ്ട്? ചെറുതേനെന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് കിട്ടുന്നില്ല. എന്താന്ന് പറഞ്ഞാൽ ഒരു പൊത്തിൽ ഏകദേശം 1/2 ഗ്ലാസോ അല്ല 1 ഗ്ലാസോ അങ്ങനെയൊക്കെ കിട്ടുന്നു. ചെറുതേനെന്ന് പറയുന്നത് അത് കിട്ടിയാലും അതിന് റേറ്റ് കൂടുതലാണ്. പിന്നെ എന്താന്ന് പറഞ്ഞാൽ കാട്ടുതേൻ, നമ്മൾ സാധാ തേനിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. നമ്മള് ഈ നാട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും ഇവിടുത്തെ പ്രൊഡക്ട്സ് പിന്നെ വേറെ വരും? തേനല്ലാണ്ട് നമ്മൾ ഈ അട്ടപ്പാടി പ്രൊഡക്റ്റ് പിന്നെ വേറെ എന്താ വരുന്നത്? അട്ടപ്പാടിയില് മെയിൻ ഇപ്പൊ തേനും, കുന്തിരിക്കം, കൊടംപുളി, പിന്നെ ഈ രാമച്ചതും, പതിമുഖം, ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ പ്രൊഡക്റ്റ് ആണ് വരുന്നത്. പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെയാണ് നെല്ലിയാമ്പതി, മറയൂര്, അവിടുന്നൊക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്നതാണ്. ഇത് നമ്മളെ ഗവൺമെന്റ് ഷോപ്പാണ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഓ അത് ശരി. അത് പ്രൈവറ്റ് അല്ല, ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഡയറക്റ്റ് ഷോപ്പാണ് അല്ലേ? ഇവിടെ വേറെ കുറെ ഷോപ്പ് ഉണ്ടല്ലേ? പ്രൈവറ്റ് ഷോപ്പ് ഉണ്ട്. ഇതൊക്കെ പ്രൈവറ്റ് ഷോപ്പ്. ഇവിടെ തന്നെ സൈലന്റ് ഓഫീസിന്റെ അടുത്ത്. ഓ അത് ശരി. അതായത് പ്രൈവറ്റ് ഷോപ്പുകളുണ്ട് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു ഗവൺമെന്റ് ഷോപ്പാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് കയറി കണ്ട് അങ്ങനെ വീഡിയോ എടുത്താണ്. അപ്പൊ ഇത് ഗവൺമെന്റിന്റെ ഒരു ഷോപ്പാണ്. അത് അവിടെ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അവർ കേരളം വനം വന്യ വകുപ്പ് എന്ന് പറഞ്ഞിട്ട് അവരതിന്റെ വിലവിവര പട്ടികയും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഗവൺമെന്റിന്റെ അംഗീകൃത ഷോപ്പാണ്. അപ്പൊ എന്തായാലും സംഭവം ഒറിജിനൽ ആയിരിക്കും. അപ്പോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ലേ ഇവിടെ വന്ന് മേടിക്കാം. അല്ലെങ്കിൽ നമ്പർ വല്ലതും ഉണ്ടാവും വിളിച്ചു നോക്കാനായിട്ട്? എങ്ങനെയാത്? അപ്പൊ നമ്പർ ഞാൻ കൊടുത്തേക്കാം. പിന്നെ അതുപോലെ നമ്മുടെ സൈലന്റ് വാലി ബുക്കിംഗ് നമ്പർ എന്ന് പറഞ്ഞിട്ട് അതും കൊടുത്തിട്ടുണ്ട്. ഒരു നമ്പർ സൈലന്റ് വാലിക്കാരും ട്രക്കിംഗ് ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ ബുക്കിംഗ് നമ്പർ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ചെറിയതായിട്ട് ഇവിടെ കയറിയപ്പോൾ വീഡിയോ എടുത്തുള്ളൂ കേട്ടോ. കറക്റ്റുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അത്യാവശ്യം ഓർഗാനിക് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ആവശ്യം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. എൻ്റെ ഓഫീസിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴി കൂടെ വരുന്നു കേട്ടോ. ഞാൻ ആ വഴി അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ സൈഡിൽ കൂടെ വരികയാണ്. അങ്ങനെ പോകുമ്പോൾ കുറച്ച് കുട്ടികൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതുവഴി പോകുന്നത് പുഴയ്ക്കാന്ന് പറഞ്ഞത്. അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പുഴയ്ക്കുള്ള വഴി എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ ഒന്ന് പോയി നോക്കുകയാണ് പുഴയ്ക്കുള്ള വഴി പറഞ്ഞിട്ട്. പുഴയൊന്ന് കണ്ടു നോക്കാം എന്ന് കരുതി സൈഡിൽ കൂടെ നടന്നു പോവാണ്. നല്ല ഒരു രസമുള്ള വഴിയാണ്. അത് 2 വഴി കാണുന്നുണ്ട്. ഒന്നത് എങ്ങനെയും പോകുന്നുണ്ട്, ഒന്നത് എങ്ങനെയും പോകുന്നുണ്ട്. ആശാൻ പറഞ്ഞത് ഇതായിരിക്കും വഴിയിൽ. അപ്പൊ എന്നാ തന്നെ ആയിരിക്കും അല്ലേ? അല്ലല്ലേ, എനിക്കറിയില്ല. നമ്മള് മുന്നേ പോയ ആൾക്കാരുടെ വഴി കാണുമല്ലോ, അത് വഴി പിടിച്ചു പോവാണ്. ചെറിയ ഓഫീസിന്റെ ഉള്ളിൽ കൂടെയാണ് വന്നത്. ഒന്ന് പോയി നോക്കി നോക്കാം. അവിടെ ബോർഡ് കണ്ടു, പുഴയിലേക്കുള്ള വഴി എന്ന് പറഞ്ഞിട്ട്. ഇത് തന്നെ എത്തി. സൈഡിൽ കൂടെ ചെറിയ വെള്ളമൊക്കെ പോകുന്നുണ്ട്.
അപ്പോൾ ഉദ്ദേശം ശരിയായിരിക്കും. പക്ഷെ ശരിക്കും കാടിന്റെ ഉള്ളിലേ ആ ശരിക്കും ഒരു കാടിന്റെ അകത്തൂടെ പോണ ഒരു ഫീലാ. നല്ല വലിയ മരങ്ങളും. നമ്മള് ശരിക്കും കാടിന്റെ അകത്ത് പോലും കേറിയിട്ടില്ല. അപ്പത്തേക്ക് ഇങ്ങനെ ഈ ഇവിടുന്ന് ഈ ഓഫീസിന് അത്ര 23 കിലോമീറ്റർ വൺ സൈഡ്. ആ വൺ സൈഡ് സൈലന്റ് വാലിലോട്ട് 23 കിലോമീറ്റർ. 23 കിലോമീറ്റർ വൺ സൈഡ് കേട്ടോ സൈലന്റ് വാലിക്ക്. ഇത് അടിപൊളിയാണ്. അടിപൊളിയായിരിക്കും കേട്ടോ. അത് പോകണം. ഒയ്യോ ഇത് കിടുക്കി നല്ല അടിപൊളി സംഭവമാണ്. വഴി കല്ല് ഇളകുന്നുണ്ട് കേട്ടോ, നോക്കിട്ട് വരണം. ആ ഇത് അടിപൊളിയാട്ടോ. നമ്മൾ ഇങ്ങനെ നടന്നു വന്ന് ഇങ്ങനെ വന്ന് ഓ ഇത് ഇങ്ങനെ വന്ന് അടിപൊളിയായി. നമ്മൾ കാണുന്ന കാഴ്ച അറിഞ്ഞാണ്ടല്ലോ എന്റെ പൊന്നെ കിട്ടിയ കാഴ്ചയാ. നല്ല സൂപ്പർ സംഭവമാണ്. ഇത് ഭവാനിയാണ്, ഭവാനിപ്പുഴ ഒഴുകി വരുന്ന അല്ലേ? നമ്മൾ സൈലന്റ് വാലിക്കകത്തോടെ വരുന്ന ഭവാനിപ്പുഴയാണിത്. അടിപൊളിയുണ്ടല്ലേ? ആ ചെടികളുടെ ഇടയിൽ കൂടെ വരുന്നോണ്ട് സൂപ്പറായിട്ട് കേട്ടോ. ഇവിടെ ആളുണ്ടല്ലേ? ഓ അതാണ്ടല്ലേ? ഇവിടെ ചുഴിയാവും. ഇവിടെ ഈ ഭാഗത്ത് അവിടെ നല്ല ആളുണ്ട്. നല്ല ആളുണ്ട് കേട്ടോ. കാണുന്ന പോലെ ഞാൻ അവിടുന്ന് കണ്ടപ്പോ അത്ര ആളെന്ന് തോന്നില്ല. നല്ല ആളുണ്ട്. അങ്ങനെ പോകുന്നുണ്ട്. ഓ ഇവിടുന്ന് മലകൾ കാണാൻ ഭംഗി നോക്ക്. അടിപൊളി. അതായത് നമ്മൾ നേരത്തെ കണ്ടത് ഏതാണ്, അതിങ്ങനെ വന്ന് കൂടിച്ചേരുന്ന ഭാഗത്താണ്. ഇതാണ് ഒന്നും കൂടെ കിടക്കിയത്. സൂപ്പർ. ഇത് അടിപൊളിയായിട്ടുണ്ട്. കാരണം ആ കല്ലൊക്കെ നോക്കിയില്ലേ? നല്ല കല്ല് കളറ്, വെള്ളത്തിന്റെ കളറ് എന്താ കളറ്. അത് വെയിലും കൂടെ അടിച്ചിട്ട് നല്ല നീലയും പച്ചയും. ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല. അവിടെ വന്ന ഷോപ്പ് വന്നിട്ട് പോകുന്നല്ലാതെ. ഇതിനുള്ളിലേക്കല്ലേ? സൂപ്പറായിട്ട് നല്ല ആളുണ്ട് കേട്ടോ അല്ലേ? നല്ലുണ്ട്. ഇവിടെ നല്ല ആളുകൾ സേഫ് ആയിട്ട് ഇറങ്ങുക. അല്ല ഇറങ്ങാൻ സമ്മതിക്കുന്നൊന്നുമില്ല എനിക്ക്. കാരണം ഇവിടെ അടുത്ത് തന്നെ ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട്. തൊട്ട് പുറകിലാണ് ഈ ഭവാനിപ്പുഴ. ഫോറസ്റ്റ് ഓഫീസിന് തൊട്ട് പുറകിലാണ് ഈ പുഴ തന്നെ ഒഴുകണത്. മീൻ കിട്ടോ? വലിയ വലിയ മീനൊക്കെ കിട്ടോ? എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും. നല്ല ആളുണ്ട് കേട്ടോ. ഈ ഭാഗത്തൊക്കെ നോക്കിയേ, നല്ല ഡാർക്കായിട്ട് നല്ല ഗംഭീര ആണ്. സൂപ്പറായിട്ടില്ല അവിടെയൊക്കെ. ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഉള്ളൊക്കെ നോക്കടാ. ശരിക്കും ആ മരങ്ങളുടെ അവിടെ ഗ്യാപ്പൊക്കെ നല്ല ഉള്ളൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. ഇതുവരെ ഉള്ളൂ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഒരുമാതിരി ഇരുണ്ട് നിൽക്കുക. നല്ല ആളുണ്ടാവും. ഇറങ്ങി കഴിഞ്ഞാൽ നല്ല ആളുണ്ടാവും ആ സൈഡൊക്കെ. അല്ലേ ഇത് ഇവിടെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിലേ നമ്മളെ സൈലന്റ് ഉള്ളിലേക്ക് പോകണമെങ്കിൽ എങ്ങനെ ഉണ്ടാവൂലേ? കുറച്ചുകൂടെ. അയ്യോ 23 കിലോമീറ്റർ വൺ സൈഡ്. ഏറ്റവും വെള്ളം കുറഞ്ഞു നിൽക്കുന്ന സമയമാണിത്. നല്ല വെള്ളം വരുമ്പോൾ എനിക്ക് ഈ പാറയുടെ ലെവലിലൊക്കെ വെള്ളം വരും ചിലപ്പോ. ആ പാറേന്റെ മുകളിലൊക്കെ ഉണ്ടോ വെള്ളത്തിന്റെ പാടുണ്ട്? ആ അത്രയും നിറഞ്ഞു നിന്നതിന്റെ പാടൊക്കെ ഉണ്ട്. ഈ വേനൽക്കാലം ആയതുകൊണ്ടാണ് ഇങ്ങനെ. ശരിക്കും നല്ല മഴക്കാല സമയമൊക്കെ ആണെങ്കിലോ നല്ല അടിപൊളിയായിട്ട് നിറഞ്ഞു നിൽക്കും. ഇവിടെ ഇറങ്ങാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും. കല്ലുകളേ നല്ല ഉരുളൻ കല്ലുകൾ, എക്കോരത്തിലൊക്കെ കാണുന്ന അതുപോലത്തെ കല്ലുകളുണ്ട് കാണാനായിട്ട്. ഇതുവരെ കണ്ട ആ ചൂട് അങ്ങോട്ട് മാറിയില്ലേ? തണുപ്പുണ്ട്. ആ പെട്ടെന്നൊരു തണുപ്പ് അടിച്ച് നല്ല കാറ്റും ഉഷാറായി. ശരി. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഡാറ്റ പറഞ്ഞു പോവാണ്. അതിന് എന്തായാലും മണ്ണാർക്കാടിന് പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഞങ്ങളിനി പോവാണ്. ഞങ്ങൾ വന്ന വഴിയാണ് കേട്ടോ. വലിയ വലിയ ഗംഭീര മരങ്ങളും ഇവിടെയൊക്കെ മണ്ണിടിഞ്ഞ് പോയ സംഭവിക്കണത്. എന്നാലും കൊള്ളാം. എന്നാലും ഞങ്ങൾ പോവാണ്. ഇനിയിപ്പോ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോടാ മണ്ണാർക്കാട്. നമ്മൾ നേരെ മണ്ണാർക്കാടിലേക്ക് ഇറങ്ങണം. നീ മുള്ളാ? കുഴപ്പമില്ല. തൊട്ടടുത്ത് ഫോറസ്റ്റിന്റെ ഓഫീസിലുണ്ട്. കുഴപ്പമില്ല. രക്ഷാപ്രവർത്തനത്തിന് ആളുണ്ട്. അപ്പൊ എന്തായാലും ഇൻസാ നമുക്കപ്പോ ഇറങ്ങല്ലേ? കഴിഞ്ഞ അപ്പൊ എന്തായാലും ഞങ്ങള് അത്ര നേരം മുഖം കഴുകാൻ വേണ്ടി പോക്കറ്റ് വെച്ചിരിക്കരുത്, എടുക്കാൻ മറന്നുപോയി. അപ്പൊ എന്തായാലും പരിപാടി കഴിഞ്ഞു. അതെ, അട്ടപ്പാടി ഫിനിഷ് ചെയ്യണം. ലാസ്റ്റ് ഇങ്ങനെ ഫിനിഷാണ്. പുഴ കണ്ടാലും ഇറങ്ങട്ടെ. ഓക്കെ. അപ്പളേ ഞങ്ങളെ പരിപാടി കഴിഞ്ഞു. ഒരു ചെറിയൊരു യാത്ര അത്രേ ഉള്ളൂ. അപ്പോ ഞങ്ങൾ പരിപാടി കഴിഞ്ഞു. സമയം ഞങ്ങൾ ശരിക്കും ഇറങ്ങാന്നതാ. പിന്നെ ഇവിടെ സൈലന്റ് വാലി എന്റെ പാക്കേജ് എന്താണ്, എങ്ങനെ അന്വേഷിക്കാൻ വേണ്ടി വന്നതാ.
വന്നപ്പോ എന്തായാലും വന്നത് നന്നായി. വന്നത് നന്നായി. അതെ, ഇതും കൂടെ കാണാൻ ഒരു പുഴയുണ്ട് പറ്റും. അവിടെ. അവിടെയുള്ള ചേച്ചി പറഞ്ഞു, എക്കോ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ചേച്ചി പറഞ്ഞു പുറോട്ട് എന്നൊരു പുഴയുണ്ട്, അതെ. ഭവാനിപ്പുഴയാണ് കണ്ടിട്ട് പോകുന്നത്. അപ്പൊ അത് പിന്നെ അങ്ങനെ ഇറങ്ങിയതാ. അപ്പൊ എന്തായാലും നല്ല നമ്മുടെ പരിപാടി കഴിഞ്ഞു, സെറ്റായി. ഇപ്പൊ നമുക്ക് തിരിക്കാം അല്ലേ? തിരിച്ചു നമ്മുടെ പരിപാടി കഴിഞ്ഞു. വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ നിർത്തുകയാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക, ഓക്കെ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഉറപ്പായി നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോസ് വരും, നല്ല നല്ല വീഡിയോസ് വരും. നമുക്ക് അങ്ങനെ ഇന്ന വീഡിയോസ് നമ്മൾ എല്ലാ വീഡിയോസും ചെയ്യുന്നതായിരിക്കും. ഫുഡാണ് പ്രധാനം എല്ലാവരും പോലെ, അപ്പൊ അതും വരും. ഓക്കെ, അതെ. അപ്പൊ അത് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.